ഹായ്, +2 ശേഷവും ഡിഗ്രിക്ക് ശേഷവും സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു കരിയറാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഉയർന്ന പേ സ്കെയിലും ഉയർന്ന പ്രസ്റ്റീജുമുള്ള ഈ ഒരു കോഴ്സ് പാസ്സാവുക എന്നത് പലരുടെയും സ്വപ്നമാണ്. CA എന്ന ഈ ഒരു കോഴ്സിൻ്റെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നാം പറയുന്നത്. കോഴ്സിൻ്റെ സ്ട്രക്ചർ, ഡ്യൂറേഷൻ, സാധ്യതകൾ, എങ്ങനെ പഠിച്ചാൽ CA ക്രാക്ക് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നാം ഡിസ്കസ് ചെയ്യാം. CA എന്ന കോഴ്സിലേക്ക് 2 രൂപത്തിലാണ് എൻട്രി ഉള്ളത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് CA ഫൗണ്ടേഷൻ റൂട്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് എൻട്രി റൂട്ടുമാണുള്ളത്. +2 ഏത് സ്ട്രീം ആണെങ്കിലും, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏത് സ്ട്രീം ആണെങ്കിലും 50% മാർക്കുള്ള എല്ലാവർക്കും +2 കഴിഞ്ഞ ഉടനെ CA ഫൗണ്ടേഷൻ റൂട്ടിലൂടെ CA ഫൗണ്ടേഷൻ എക്സാം അറ്റൻഡ് ചെയ്ത് CA ഇൻ്റർമീഡിയറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BCom ആണെങ്കിൽ 55%, അതർ ഡിഗ്രി ആണെങ്കിൽ 60% മുകളിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം CA ഇൻ്റർമീഡിയറ്റ് ഡയറക്റ്റ് എൻട്രി സ്കീമിലൂടെ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് CA ഫൗണ്ടേഷനെ കുറിച്ച് പറയാം. CA ഫൗണ്ടേഷനിൽ 4 സബ്ജക്റ്റ് ആണുള്ളത്: അക്കൗണ്ടിങ്, ലോ, ഇക്കണോമിക്സ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 4 സബ്ജക്റ്റും 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. ആദ്യത്തെ 2 പേപ്പേഴ്സ്, അതായത് അക്കൗണ്ടിങ്, ലോ പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് ആണ്. ഇക്കണോമിക്സ് ആൻഡ് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ 2 പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി MCQs ആണ്. അക്കൗണ്ടിങ്ങും ലോയും 3 മണിക്കൂർ വെച്ചിട്ടുള്ള എക്സാം ആണ്. മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ് പേപ്പേഴ്സ് 2 hours വെച്ചിട്ടാണ്. എല്ലാ പേപ്പേഴ്സിലും 100-ൽ 40 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അതുപോലെ അഗ്രിഗേറ്റ് 50% മാർക്ക് വേണം. അതായത് CA ഫൗണ്ടേഷൻ പാസ് ഔട്ട് ആവാൻ 400-ൽ 200 മാർക്ക് വേണം എന്നതാണ് ക്രൈറ്റീരിയ. അപ്പോൾ CA ഫൗണ്ടേഷൻ 50% മാർക്കുള്ളവർക്കെല്ലാം CA ഇൻ്റർമീഡിയറ്റിലേക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് BCom ആണെങ്കിൽ 55%, അതർ ഡിഗ്രി ആണെങ്കിൽ 60% ഉള്ള ആളുകൾക്കെല്ലാം CAയുടെ 2ാമത്തെ സ്റ്റേജായ CA ഇൻ്റർമീഡിയറ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് CA ഇൻ്ററിനെ കുറിച്ച് പറയാം. CA ഇൻ്ററിൽ 6 പേപ്പേഴ്സാണ്, 6 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. ഈ 6 പേപ്പേഴ്സ് 2 ഗ്രൂപ്പുകളായിട്ടാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 3 സബ്ജക്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പിൽ 3 സബ്ജക്റ്റ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന സബ്ജക്ട്സ് അക്കൗണ്ടിങ്, ലോ, ടാക്സേഷൻ എന്ന പേപ്പറിലാണ് GST അതുപോലെ ഇൻകം ടാക്സ് എന്നുള്ള 2 പേപ്പേഴ്സ് വരുന്നത്. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ ഓഡിറ്റിംഗ്, കോസ്റ്റിംഗ്, FM ആൻഡ് SM എന്നുള്ള ഈ പേപ്പേഴ്സ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്ന ബാലൻസ് 3 പേപ്പേഴ്സ്. അങ്ങനെ ടോട്ടലി 6 പേപ്പേഴ്സ് ആണ്. ഈ 6 പേപ്പേഴ്സിലും ഫൗണ്ടേഷനിൽ പറഞ്ഞ പാസ് ഔട്ട് ആവാൻ വേണ്ട അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഇൻ്റർമീഡിയറ്റിലും വരുന്നത്. ഓരോ പേപ്പറിലും 100-ൽ 40 മാർക്കും അഗ്രിഗേറ്റ് 50% ആണ് പാസിംഗ് കണ്ടീഷൻ വരുന്നത്. CA ഇൻ്റർമീഡിയറ്റ് പാസ് ഔട്ട് ആയി കഴിഞ്ഞ അല്ലെങ്കിൽ പാസ് ആവുന്ന എല്ലാവർക്കും CAയുടെ ട്രെയിനിങ്ങും ആർട്ടിക്കിൾഷിപ്പും CA ഫൈനലും ചെയ്യാൻ എലിജിബിൾ ആണ്. CA ഇൻ്റർമീഡിയറ്റ് പാസ് ഔട്ട് ആയ ഉടനെ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ITT അതുപോലെ ഓറിയൻറ്റേഷൻ. ITT എന്ന് വെച്ചാൽ 100 ഹവേഴ്സിൻ്റെ ട്രെയിനിങ് ആണ്. ഓറിയൻറ്റേഷൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ICAI സ്റ്റുഡൻസ് നൽകുന്ന ഒരു 15 days പ്രോഗ്രാമാണ്. ഈ ITTയും ഓറിയൻറ്റേഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾഷിപ്പിന് CAക്കാരുടെ ഫേമിൽ കയറാം. നിലവിലെ സിലബസ് പ്രകാരം 2 years ആണ് ട്രെയിനിങ് പറയുന്നത്. പ്രാക്ടീസിങ് CAക്കാരുടെ കീഴിലാണ് നിങ്ങൾ ട്രെയിനിങ് 2 years ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് CA ഫൈനൽ രജിസ്റ്റർ ചെയ്യാം. CA ഫൈനൽ അപ്പിയർ ചെയ്യുന്നതിന് മുൻപായിട്ട്, എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് ITTയുടെയും ഓറിയൻറ്റേഷൻ്റെയും അഡ്വാൻസ്ഡ് ITTയും ഓറിയൻറ്റേഷനും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്ത് CA ഫൈനലിൽ 6 സബ്ജക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. CA ഇൻ്റർമീഡിയറ്റിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 6 പേപ്പേഴ്സാണ്. ഇൻ്റർമീഡിയറ്റിൽ പറയുന്ന അതേപോലെ തന്നെയാണ് പാസിംഗ് ക്രൈറ്റീരിയ. ഓരോ സബ്ജക്റ്റിലും 100-ൽ 40 മാർക്കാണ് മിനിമം വേണ്ടത്. അഗ്രിഗേറ്റ് 50% ആണ് പാസ്സാവാൻ വേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ്
സി എയുടെ സിലബസ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന രൂപത്തിൽ നമുക്ക് പറയാനുള്ളത്, സി എ പഠിക്കാൻ എത്ര സമയമെടുക്കുമെന്നതാണ് അടുത്തത്. സി എ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ 4 വർഷമാണ് സമയമെടുക്കുക. ഇനി സി എ ആസ്പിരൻസിന് എല്ലാം അറിയേണ്ടതായിട്ടുള്ള എങ്ങനെ പഠിച്ചാലാണ് സി എ ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സി എക്ക് മറ്റുള്ള കോഴ്സസിനെ അപേക്ഷിച്ച് സിലബസിന്റെ വോള്യൂം കൂടുതലായതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി അതാണ് സി എക്ക് വേണ്ടത്. അതായത് അന്നന്ന് എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുകയും മുൻപെടുത്ത ഭാഗങ്ങൾ റിവിഷൻ നടത്തി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പൊതുവിൽ വിദ്യാർത്ഥികൾക്കുള്ള ഒരു ശീലമാണ് എക്സാം അടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പഠിക്കാനിരിക്കുക എന്നുള്ളത്. പക്ഷേ സി എയുടെ സിലബസ് വോള്യൂം ഉള്ളത് കൊണ്ട് തന്നെ അവസാനം ലാസ്റ്റ് മൊമെന്റ് സ്റ്റഡി ഒരിക്കലും സി എക്ക് പറ്റില്ല. കാരണം നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് സി എനെ സംബന്ധിച്ച് പാസ് ഔട്ട് ആവാൻ നിങ്ങൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ലേണിംഗ് ആണ്. വളാഞ്ചേരിയിലുള്ള പാസിയോളി ഗുരുകുൽ എന്ന CMA ACCA ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റമാറ്റിക് ലേണിംഗ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അന്നന്ന് എടുത്തത് പഠിച്ചു പോവുകയും മുൻപ് എടുത്ത ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും സമയം 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ മറക്കാം. അപ്പൊ അത് റിവിഷൻ നടത്തി ബാക്കപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അതായത് നിരന്തരം എക്സാമുകളും അതുപോലെ അസൈൻമെന്റ്, QA സെഷൻസ്, വൈവെ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തി വിദ്യാർത്ഥികളെ അക്കാഡമിക്കൽ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം വളാഞ്ചേരി പാസിയോളി നടത്തി വരുന്നുണ്ട്. 2016 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം 6000-ലധികം വിദ്യാർത്ഥികളെ ഇക്കഴിഞ്ഞ സമയത്തിനകം വിജയികളാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു സിസ്റ്റം CA എന്ന കോഴ്സ് അതുപോലെ ACCA, CMA, USCMA കോഴ്സുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് അവരുടെ റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും.